കോഴിക്കോട് കൊടുവള്ളി ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. 10 വയസ്സുകാരി തൻഹാഷിറിന്റെ മൃതദേഹം 3-ാം ദിവസത്തെ തിരച്ചിലിലാണ് കണ്ടെത്തിയത്. മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കൊടുവള്ളി മാനിപുരം ചെറുപുഴയിലെ കൊടക്കാട്ടുകണ്ടി കുളക്കടവിൽ നിന്നും 1.25 കിലോമീറ്റർ മാറിയാണ് 10 വയസ്സുകാരി തൻഹാഷിറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തിരച്ചിൽ തുടങ്ങിയതിന്റെ 3-ാം ദിവസം ഉച്ചയോടെയാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മലപ്പുറം പൊന്നാനിയിൽ താമസിക്കുന്ന തൻഹയുടെ കുടുംബം സൗത്ത് കൊടുവള്ളിയിലുള്ള പിതൃ സഹോദരന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു. വിവാഹ വീട്ടിലെ വസ്ത്രങ്ങൾ കഴുകാനായാണ് തിരുവോണ ദിനത്തിൽ ഉമ്മയ്ക്കും മൂത്ത സഹോദരനുമൊപ്പം തൻഹയും മാനിപുരം ചെറുപുഴയിലെ കുളിക്കടവിൽ എത്തിയത്. അതിനിടെ കാൽ തന്നെ തൻഹ പുഴയിലേക്ക് വീണു. അനിയത്തി വീഴുന്നത് കണ്ട് 12 വയസ്സുകാരനായ സഹോദരൻ പിടിക്കാനായി ചാടിയെങ്കിലും രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന പിതൃ സഹോദരൻ പുഴയിലേക്ക് ചാടിയെങ്കിലും 12 വയസ്സുകാരനെ മാത്രമാണ് രക്ഷിക്കാനായത്. തുടർന്നാണ് മുക്കത്ത് നിന്നുള്ള അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ മീൻചന്തയിലെയും വെള്ളിമാടുക്കുന്നിലെയും സേനാംഗങ്ങൾ ചേർന്ന് തിരച്ചിൽ തുടങ്ങിയത്. സ്കൂബ ഡൈവിംഗ് വിദഗ്ധരടക്കം നടത്തിയ തിരച്ചിലിലാണ് പുഴയിലേക്ക് വീണ സ്ഥലത്തു നിന്നും 1.5 കിലോമീറ്റർ അകലെ തൻഹയുടെ മൃതദേഹം കണ്ടെത്തിയത്. പൊന്നാനി MIHSS ഗേൾസ് സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച തൻഹ. ഡ്രൈവറായ കൊടുവള്ളി തലപ്പോയിലിലെ മുർഷിദാണ് പിതാവ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.